ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഷാലിമ. അപ്പൊ കേട്ടൊരു എക്സാം ഒക്കെ കഴിഞ്ഞു, റിസൾട്ട് ഒക്കെ വന്നു അല്ലേ? കുറെ പേരൊക്കെ നല്ല ഹാപ്പിയാണ്. നല്ല മാർക്ക് വാങ്ങിച്ചവർക്ക് നല്ല രീതിയിൽ കേട്ടൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റി. കുറച്ച് പേരൊക്കെ 1-2 മാർക്കിനൊക്കെ പോയവരൊക്കെ ഒരുപാട് പേരുണ്ട്. അതുപോലെ ഇതുവരെ എക്സാം എഴുതാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പൊ അവർക്ക് എല്ലാവർക്കും നമുക്കറിയാം, ഉടനെ തന്നെ കേട്ടൊരു എക്സാം വിളിക്കും. അപ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും കേട്ടിട്ടിന്റെ ആ ഒരു പാറ്റേൺ ഒക്കെ കുറച്ച് ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് കേട്ടിട്ടൊക്കെ സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ കേട്ട3 സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട, എല്ലാവർക്കും കുറച്ച് ടഫ് ആണ് അല്ലെ ജോഗ്രഫി. അപ്പൊ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോ നമ്മുടെ എല്ലാ കേട്ടൊരു എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, എർത്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. എപ്പോഴും ഏത് കേട്ടതിന്റെ ക്വസ്റ്റ്യൻ, കേട്ട3 സോഷ്യൽ സയൻസ് ആണെങ്കിലും കേട്ട2 സോഷ്യൽ സയൻസ് ആണെങ്കിലും നമ്മൾ നോക്കുമ്പോൾ മിക്കപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എർത്തുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോ ഈ ക്വസ്റ്റ്യൻ നോക്ക്, ഇത് തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. അപ്പോ എർത്തിന്റെ തിന്നസ്റ്റ് ലെയർ ഏതാണ്? എർത്തിന്റെ തിന്നസ്റ്റ് ലെയർ മാന്റിൽ ആണോ, ക്രസ്റ്റ് ആണോ, ഇന്നർ കോർ ആണോ, ഔട്ടർ കോർ ആണോ? ഏതാണ്? നമുക്കറിയാം ഏതാണ്, നമ്മുടെ ക്രസ്റ്റ് ആണ് അല്ലെ? അപ്പോ ദ തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ക്രസ്റ്റ് ആണ്. ക്രസ്റ്റിനെയാണ് എന്ന് പറയുന്നത് ദ തിന്നസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്രസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭൂവൽക്കമാണ് അല്ലെ? നമ്മുടെ എല്ലാവരുടെയും ഈ നമ്മുടെ കേട്ട3യുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജോഗ്രഫിയുടെ വേർഡൊക്കെ മലയാളത്തിൽ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇംഗ്ലീഷിൽ ആകെ കൺഫ്യൂഷനാണ്. ഇംഗ്ലീഷിലെ ജോഗ്രഫിയുടെ ഓരോ വേർഡൊക്കെ വരുമ്പോൾ ആകെ കൺഫ്യൂഷൻ വരും. അങ്ങനെ അതാണ് കൂടുതൽ പേര് തെറ്റിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ ജോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട ഇംഗ്ലീഷും മലയാളവും വേർഡ് പഠിച്ച് തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ഇത് നോക്ക്, ഇത് നമ്മുടെ ഒരു സ്കൂൾ ടെസ്റ്റിൽ നിന്ന് ഞാൻ വെട്ടിയെടുത്താണ്. അപ്പൊ നോക്ക്, ഇത് കണ്ടോ, ക്രസ്റ്റ് അല്ലെ? ക്രസ്റ്റ് എന്താണ്? ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ഭൂമിയുടെ പുറമേയുള്ള പാളിയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ഭൂമിയുടെ പുറന്തോട് എന്ന് പറയുന്ന പോലെയാണ്. ഇതാണ് ക്രസ്റ്റ്. അതിനുശേഷം ക്രസ്റ്റിന് ശേഷം എന്താ വരുന്നത്? മാന്റിൽ ആണ് അല്ലെ? ക്രസ്റ്റിന് ശേഷമാണ് മാന്റിൽ വരുന്നത്. ഓക്കെ, അതിനുശേഷം ഔട്ടർ കോർ ഉണ്ട്, പിന്നെ ഏതാണ്? ഇന്നർ കോർ ഉണ്ട്. അപ്പൊ ഭൂമിയുടെ പുറമേയുള്ള പാളി ഏതാണ്? ക്രസ്റ്റ് ആണ് ഭൂമിയുടെ പുറമേയുള്ള പാളി. അതിനുശേഷമാണ് മാന്റില്, പിന്നെ ഔട്ടർ കോർ ഉണ്ട്, പിന്നെ ഏതാണ്? ഇന്നർ കോർ ഉണ്ട് അല്ലെ? ഇതാണ് നമ്മുടെ ഒരു ഭൂമിയുടെ ആ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ക്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇത് കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത് ആണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്രസ്റ്റ് എന്താണ്? കമ്പാരിറ്റീവ്ലി തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ? ഇതിന് എത്രയാണ് തിക്ക് വരുന്നത്? എത്ര വരും? ഈ ക്രസ്റ്റിന്റെ തിക്ക് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി എത്ര കിലോമീറ്റർ ആണ്? 40 ആണ് അല്ലെ? 40 കിലോമീറ്റർ ആണ് ഇതിന്റെ തിക്ക് വരുന്നത്. ഇതിന് 2 പാർട്സ് ഉണ്ട് അല്ലെ? ക്രസ്റ്റിന് എത്ര പാർട്സ് ആണ്? 2 പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്? കോണ്ടിനെന്റൽ ക്രസ്റ്റും അതുപോലെ ഏത് ക്രസ്റ്റ് ആണ്? ഓഷ്യാനിക് ക്രസ്റ്റും. അപ്പൊ ക്രസ്റ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, കാരണം 2 പാർട്ട് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് കോണ്ടിനെന്റൽ ക്രസ്റ്റ്, അടുത്ത ഏതാണ്? ഓഷ്യാനിക് ക്രസ്റ്റ്. ഓക്കെ, അപ്പൊ ഈ കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ പ്രത്യേകത എന്താ? ഇതിൽ ഏതൊക്കെയുണ്ട്? കോണ്ടിനെന്റൽ ക്രസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സിയാൽ എന്ന് വിളിക്കുന്നത് അല്ലെ? കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? സിയാൽ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റിനെ സിയാൽ എന്ന് വിളിക്കുന്നത്? എന്തൊക്കെയുണ്ട് അല്ലെ? സിലിക്ക ഉണ്ട്, അതുപോലെ അലുമിന. അപ്പൊ ആ സിലിക്ക ആൻഡ് അലുമിന. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റ് അറിയപ്പെടുന്ന പേര് എന്താണ്? സിയാൽ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അതിനെ സിയാൽ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ പറയുവാണെങ്കിൽ ഏതൊക്കെയാണ്? സിലിക്ക, അലുമിന. അപ്പൊ സിലിക്ക, അലുമിന എന്നീ ധാതുക്കള് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലെ? സിലിക്ക ആൻഡ് അലുമിന ആർ ദ ചീഫ് കണ്ടന്റ് ആണ്. ചീഫ് കണ്ടന്റ് എന്താ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഏതാണ്? സിയാൽ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഓഷ്യാനിക് ക്രസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? ഓഷ്യാനിക് ക്രസ്റ്റ്. ഓഷ്യാനിക് ക്രസ്റ്റ് മലയാളം എന്താ? സമുദ്ര ഭൂവൽക്കം അല്ലെ? കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്താണ്? വൻകര ഭൂവൽക്കം, അതുപോലെ എന്താണ്? സമുദ്ര ഭൂവൽക്കം. ഓക്കെ, അപ്പോ ഓഷ്യാനിക് ക്രസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് ഏതാണ്? സിമ എന്ന് അറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ്? അതിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? സിലിക്ക ഉണ്ട്, അതുപോലെ മഗ്നീഷ്യം ഉണ്ട് അല്ലെ? അപ്പൊ സിലിക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കള് കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഓഷ്യാനിക് ക്രസ്റ്റ് അറിയപ്പെടുന്ന പേരെന്താണ്? സിമ എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റ് സിയാൽ എന്ന് അറിയപ്പെടുമ്പോൾ
ഓഷ്യാനിക് ക്രസ്റ്റ് അറിയപ്പെടുന്ന പേര് സിമ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കോണ്ടിനെന്റൽ ക്രസ്റ്റില് സിലിക്ക അലുമിനിയം ആണെങ്കിൽ ഓഷ്യാനിക് ക്രസ്റ്റില് എന്തൊക്കെയാണ്? സിലിക്ക മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നു. അടുത്ത ഏതാണ്? മാന്റിൽ ആണ് അല്ലെ. മാന്റിലിന്റെ പ്രത്യേകത എന്താ? മാന്റിൽ അപ്പോ ക്രസ്റ്റിന് ശേഷമാണ് എന്ത് വരുന്നത്? മാന്റിൽ വരുന്നത് അല്ലെ. അപ്പോ ലൊക്കേറ്റഡ് ബിനീത്ത് ദ ക്രസ്റ്റ് ആണ് മാന്റിൽ. മാന്റിൽ എന്ന് വെച്ചാൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ലൊക്കേറ്റഡ്, അതിന്റെ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ബിനീത്ത് ദ ക്രസ്റ്റ് ആണ്. ഓക്കെ, ഇത് എത്ര വരെ നീണ്ടു കിടക്കുന്നു? എക്സ്റ്റെൻസ്ഡ് അപ് ടു എത്ര കിലോമീറ്റർ ആണ്? 2900 കിലോമീറ്റർ അല്ലെ. ക്രസ്റ്റിൽ നിന്ന് എത്ര കിലോമീറ്റർ വരെയാണ് ഇത് വ്യാപിച്ചെടുക്കുന്ന മാന്റില്? 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഈ മാന്റിലിനും എത്ര പാർട്സ് ഉണ്ട്? 2 പാർട്സ് ഉണ്ട് അല്ലെ. മാന്റിലിനും 2 പാർട്സ് ഉണ്ട്. അപ്പൊ 2 പാർട്സ് ആണ്. ഏതാണ്? അപ്പർ മാന്റിലും അതുപോലെ ഏത് മാന്റിലാണ്? ലോവർ മാന്റിലും. അപ്പൊ മാന്റിലിന് 2 പാർട്സ് ഉണ്ട്. അപ്പർ മാന്റിൽ അതുപോലെ ഏത് മാന്റിലാണ്? ലോവർ മാന്റിൽ. അപ്പർ മാന്റിൽ ലോവർ മാന്റിൽ അതിന് രണ്ടിന്റെ പ്രത്യേകത എന്താ? അപ്പർ മാന്റിലിന്റെ പ്രത്യേകത the upper mantle made up of silicon compounds. ഇതിനെ സോളിഡ് സ്റ്റേറ്റ് ആണ് അല്ലെ. അപ്പൊ അപ്പർ മാന്റില് എങ്ങനെയാണ്? അപ്പർ മാന്റിൽ മെയ്ഡ് ഓഫ് എങ്ങനെയാണ്? സിലിക്കൺ കമ്പൗണ്ട്സ് കൊണ്ടാണ് അല്ലെ. ഇനി എങ്ങനത്തുള്ള ഏത് അവസ്ഥയിലാണ് അപ്പർ മാന്റില്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പർ മാന്റില് ഈസിനെ ഏത് അവസ്ഥയിലാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, അതുപോലെ ലോവർ മാന്റില് ദ ലോവർ മാന്റിൽ ലൊക്കേറ്റഡ് ബിനീത്ത് ദ അപ്പർ മാന്റിൽ ആണ്. അപ്പൊ ലോവർ മാന്റിൽ എവിടെ സ്ഥിതി ചെയ്യുന്ന വെച്ചാൽ ദ ലോവർ മാന്റിൽ ലൊക്കേറ്റഡ് ബിനീത്ത് ദ അപ്പർ മാന്റിൽ. ഈസിനെ ഏത് അവസ്ഥയിലാണ്? ലോവർ മാന്റിൽ ഏത് അവസ്ഥയിലാണ്? ഈസിനെ സെമി ലിക്വിഡ് ആണ് അല്ലെ. ഈസിനെ സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ലോവർ മാന്റിലിന്റെ അവസ്ഥ ഏതാണ്? സെമി ലിക്വിഡ് ആണ്. അപ്പൊ അപ്പർ മാന്റിൽ മേഡപ്പ് ഓഫ് സിലിക്കൺ കമ്പൗണ്ട്സ് ആണ്. ഈസിനെ ഏത് സ്റ്റേറ്റ് ആണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അതുപോലെ ലോവർ മാന്റിൽ ലൊക്കേറ്റഡ് ബിനീത്ത് ദ അപ്പർ മാന്റിൽ ആണ്. അവിടെ ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ ഈസിനെ സെമി ലിക്വിഡ് ആണ്. സെമി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ, പിന്നുള്ളത് കോർ ആണ് അല്ലെ. കോറിന്റെ പ്രത്യേകത എന്താ? സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർ എന്ന് പറയുന്നത്. അപ്പൊ കോർ എന്താണ്? എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോർ എന്താണ്? സെൻട്രൽ ആണ് അല്ലെ. സെൻട്രൽ പാർട്ട് ഓഫ് ദ എർത്ത് ആണ് കോർ എന്ന് പറയുന്നത് അല്ലെ. ഇത് എത്രയാണ്? എത്ര കിലോമീറ്റർ വരെയാണ് കോർ വ്യാപിച്ചു കിടക്കുന്നത്? ഫ്രം എത്രയാണ്? 2900 കിലോമീറ്റർ മുതൽ 6371 കിലോമീറ്റർ വരെയാണ് കോർ വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, അതുപോലെ കോറിനും എന്താണ്? 2 പാർട്സ് ഉണ്ട് അല്ലെ. ഏതാണ്? ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. അപ്പൊ 2 പാർട്സ് ആണ് കോറിനുള്ളത്. ഏതൊക്കെയാണ്? ഔട്ടർ കോറ് അതുപോലെ ഇന്നർ കോറ്. അപ്പൊ അടുത്ത ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ കേട്ടിട്ട് എക്സാം എഴുതി ഇനി എഴുതുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നമ്മളിവിടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ കേഡറ്റ് 1-നും കേഡറ്റ് 2-നും കേഡറ്റ് 3-ക്കും കേഡറ്റ് 4-നും വേണ്ടിയിട്ട് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ബാച്ചിൽ നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയ ക്ലാസ്സുകളെല്ലാം ആപ്പ് വഴിയാണ് നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ PDF നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ സൗകര്യം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതൽ എക്സാം എഴുതി നോക്കാനുള്ള ആ ഒരു സിസ്റ്റം കൂടി നമുക്കറിയാം. കൂടുതൽ എക്സാം എഴുതി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് എക്സാം ഒരു പാറ്റേൺ മനസ്സിലാവുള്ളൂ അല്ലെ. ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനുവേണ്ടി കൂടുതൽ എക്സാമുകൾ നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിഷമിച്ചിരിക്കാതെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. പ്രത്യേകിച്ച് കേട്ടറ്റ് 3 എക്സാം എഴുതുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും ഈ പ്രാവശ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പ്രാവശ്യം കേട്ടറ്റ് 3 ക്രാക്ക് ചെയ്തേ പറ്റുള്ളൂ അല്ലെ. കാരണം നമുക്ക് അടുത്ത HSA വരുന്നുണ്ട്. അപ്പൊ HSA എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം? നമുക്ക് കേട്ടറ്റ് വേണം അല്ലെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സിൽ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് നല്ല രീതിയിൽ ഈ പ്രാവശ്യം തന്നെ എക്സാം ക്രാക്ക് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8589083568 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഓൾറെഡി നിങ്ങളെല്ലാവരും നമ്മുടെ കോഴ്സിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗം നോക്കാം. അപ്പോൾ ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോർ. ഔട്ടർ കോർ ആൻഡ് ഇന്നർ കോറിന്റെ പ്രത്യേകത എന്താ? മെറ്റീരിയൽസ് ഇൻ ദ ഔട്ടർ കോർ എന്ന മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. അത് ഔട്ടർ കോർ ഏത് സ്റ്റേറ്റിലാണ്, ഏത് അവസ്ഥയിലാണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ്? മോൾട്ടൺ സ്റ്റേറ്റ് ആണ്. ഡ്യൂ ടു ദ ഹൈ പ്രഷർ പ്രിവൈലിംഗ് അറ്റ് ദ സെന്റർ ഇത് ഇന്നർ കോർ ഈസ് ഏതാണ്? സോളിഡ് സ്റ്റേറ്റ് അല്ലെ. ആസ് ഇറ്റ്സ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് ദ മിനറൽസ്
ഏതൊക്കെയാണ്? നിക്കലും അതുപോലെ അയണുമാണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നിഫെ എന്ന് വിളിക്കുന്നു അല്ലെ. എന്തുകൊണ്ടാണ് ഇതിനെ നിഫെ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ് മിനറൽസ്? ഏതാണ്? നിക്കൽ ഉണ്ട്. നിക്കൽ അപ്പൊ അവിടെ എന്ത് വരും? Ni എന്ന് വരും അല്ലെ. അതുപോലെ അയൺ ഉണ്ട്. അയണ് Fe എന്ന് പറയും. അപ്പൊ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എന്താണ്? നിഫെ എന്ന് വിളിക്കുന്നു. നിഫെ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൽ അടങ്ങിയിരിക്കുന്നത് നിക്കലും അയണും ആണ്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു? നിഫെ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും റിപ്പീറ്റ് ആയിട്ട് എക്സാമിന് KD3 എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. When the earth is close to the sun, it is known as. നമുക്കറിയാം ഭൂമി സൂര്യനുമായിട്ട് അകന്ന് നിൽക്കുന്നു, ഭൂമി സൂര്യനുമായിട്ട് അടുത്ത് നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ദിവസമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ when the earth is close to the sun, it is known as. ഏതാണ് വിളിക്കുന്നത്? അടുത്ത് നിൽക്കുന്നത് അല്ലെ. അടുത്ത് നിൽക്കുമ്പോ ഏതാണ്? പെരിഹീലിൻ ആണ് അല്ലെ. അടുത്ത് നിൽക്കുന്നതാണ് പെരിഹീലിൻ. ഓക്കെ, അപ്പൊ അബ്ഹീലിനുണ്ട് പെരിഹീലിനുണ്ട് അല്ലെ. അപ്പൊ പെരിഹീലിൻ എന്ന് വെച്ചാല് ഭൂമി സൂര്യനുമായിട്ട് അടുത്തേക്ക് വരുന്ന, ഭൂമി സൂര്യനുമായിട്ട് അടുത്ത് വരുന്ന ദിവസമാണ് പെരിഹീൽ. അപ്പൊ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ദിവസമാണ് അബ്ഹീലിൻ എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ പെരിഹീലിൻ ഏത് ദിവസമാണെന്ന് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇത് നോക്ക്, ദ സൺ ആൻഡ് എർത്ത് നിയർ ആൻഡ് ഫാർ. പെരിഹീലിൻ കണ്ടോ? പെരിഹീലിൻ ഇത് അബ്ഹീലിൻ ആണ്. ഇത് അബ്ഹീലിൻ അകന്നു പോകുന്നു. പെരിഹീലിൻ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം എന്താണ്? കുറച്ച് വരുന്ന സമയമാണ് അല്ലെ. അപ്പോ ഈ പെരിഹീലിൻ സമയത്ത് എത്ര കിലോമീറ്റർ ആണ്? 147 മില്യൺ കിലോമീറ്റർ ആണ് കേട്ടോ. 147 മില്യൺ കിലോമീറ്റർ ആണ്. അത് ഏത് ദിവസമാണ് ഈ പെരിഹീലിൻ വരുന്നതെന്ന് ചോദിച്ചാല് ജനുവരി 3 ആണ് കേട്ടോ. ഏത് ദിവസമാണ് പെരിഹീലിൻ? ജനുവരി 3. അതുപോലെ അബ്ഹീലിൻ എത്ര മില്യൺ കിലോമീറ്റർ ആണ്? 152 മില്യൺ കിലോമീറ്റർ ആണ്. അത് എന്താണ്? ജൂലൈ 4 ആണ് അല്ലെ. അബ്ഹീലിൻ ജൂലൈ 4, പെരിഹീലിൻ ഓർത്തു വെക്കുക ജനുവരി 3 ആണ് പെരിഹീലിൻ. അബ്ഹീലിൻ ജൂലൈ 4 ആണ് കേട്ടോ. ഡേറ്റ് ഓർത്തു വെക്കുക. പെരിഹീലിൻ എന്ന് വെച്ചാൽ ഭൂമി സൂര്യനുമായിട്ട് അടുത്ത് വരുന്ന ദിവസം പെരിഹീലിൻ. അതുപോലെ ഭൂമി സൂര്യനിൽ നിന്ന് അകന്നു പോകുന്ന ദിവസം ഏതെന്ന് ചോദിച്ചാൽ അബ്ഹീലിൻ. അപ്പൊ അബ്ഹീലിൻ ജൂലൈ 4, പെരിഹീലിൻ ജനുവരി 3. ഓക്കെ, അതുപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെപ്റ്റംബർ 23, മാർച്ച് 21, ജൂൺ 21, ഡിസംബർ 22. ഈ ദിവസത്തിന്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രത്യേകതകളാണ് ഈ ദിവസത്തിനുള്ളത്? ഈ സെപ്റ്റംബർ 23, മാർച്ച് 21 അതിന്റെ പ്രത്യേകത എന്താ? അതിന് നമ്മൾ ഏത് ദിവസം എന്നാ പറയുന്നത്? അപ്പൊ ഈക്വൽ amount of the sunlight is received in the northern hemisphere as well as the southern hemisphere when the sun is vertically over the equator. അപ്പൊ ഇക്വേറ്റർ നമുക്കറിയാം, നദേൺ ഹെമിസ്ഫിയറും ഉണ്ട് സദേൺ ഹെമിസ്ഫിയറും ഉണ്ട് അല്ലെ. അതുപോലെ ഇക്വേറ്റർ എന്താണ്? ഇക്വേറ്ററിന്റെ നേർമുകളിൽ എന്ത് വരുന്നു? നമ്മുടെ സൂര്യൻ വരുന്നു. അപ്പൊ ഇക്വേറ്ററിന്റെ നേർമുകളിൽ സൂര്യൻ വരുമ്പോൾ ഈ രണ്ട് ഹെമിസ്ഫിയറിലും എങ്ങനെയായിരിക്കും? ഈക്വൽ ആണ് അല്ലെ. സൺലൈറ്റ് എങ്ങനെയാണ്? ഈക്വൽ ആണ്. അപ്പൊ ഈക്വൽ എമൗണ്ട് ഓഫ് ദ സൺലൈറ്റ് ഈസ് റിസീവ്ഡ് ഇൻ ദ ഏതൊക്കെയാണ്? നദേൺ ഹെമിസ്ഫിയറിലും അതുപോലെ സദേൺ ഹെമിസ്ഫിയറിലും. When the sun is vertically over the equator, sun എങ്ങനെയാണ്? Sun is vertically over the equator ആണ്. അപ്പൊ സൺ ഇക്വേറ്ററിന്റെ നേർ മുകളിൽ വരുമ്പോൾ രണ്ട് ഹെമിസ്ഫിയറിലും എങ്ങനെയാണ് സൺലൈറ്റ് എങ്ങനെ വരും? ഈക്വൽ ആണ് കേട്ടോ. നദേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈക്വൽ ആയിരിക്കും. അതുപോലെ the apparent position of the sun during the earth's revolution will be over the equator on March 21 and September 23. Hence, the length of the day and night will be equal during these days on both hemispheres. These days are also called equinoxes. അപ്പോൾ ഇക്വിനോസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഏതൊക്കെ ദിവസമാണ് ഇക്വിനോസിസ് എന്ന് വെച്ചാൽ ഏതൊക്കെ ദിവസമാണ് ഇക്വിനോസിസ് എന്ന് വെച്ചാൽ ഏത് ദിവസമാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23. കണ്ടോ? മാർച്ച് 21, സെപ്റ്റംബർ 23. കണ്ടോ? സണ്ണ് കണ്ടോ? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്താണ്? ആ ദിവസങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഇക്വിനോസിസ് എന്നറിയപ്പെടുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടാണ് ഇക്വിനോസിസ് എന്ന് വിളിക്കുന്നത്? ആ ദിവസത്തെ ഹെൻസ് ദ ലെങ്ത് ഓഫ് ദ നമ്മൾ പറഞ്ഞു സൂര്യൻ ഇക്വേറ്ററിന്റെ നേർമുകളിൽ വരുമ്പോൾ രണ്ട് ഹെമിസ്ഫിയറിലും ഈക്വൽ ആയിട്ട് സൺലൈറ്റ് കിട്ടുമെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ദിവസം എന്താണ്? ആ ദിവസം എന്താണ്? മാർച്ച് 21, സെപ്റ്റംബർ 23 ആണ്. ആ ദിവസങ്ങളിലാണ്
സൂര്യൻ അങ്ങനെ ഇക്വേറ്ററിന്റെ നേർമുകളിൽ വരുന്നത്. അപ്പൊ ആ ദിവസം രണ്ട് ഹെമിസ്ഫിയറിലും എന്താണ്, ലെങ്ത് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ് വിൽ ബി ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ഹെമിസ്ഫിയറിലും ലെങ്ത് ഓഫ് ദ ഡേയും നൈറ്റും എങ്ങനെയായിരിക്കും, ആ ദിവസം ഈക്വൽ ആണ്. ഡ്യൂറിംഗ് ദീസ് ഡേയ്സ് ഓൺ ബോത്ത് ഹെമിസ്ഫിയർ, രണ്ട് ഹെമിസ്ഫിയറിലും ഈക്വൽ ആണ്. അതുകൊണ്ട് ദീസ് ഡേയ്സ് ആർ കോൾഡ്, ഏത് പേരിൽ അറിയപ്പെടുന്നു, ഈ ദിവസം അറിയപ്പെടുന്ന പേരാണ് ഇക്വിനോക്സിസ് എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ആ ഡേറ്റ് ഒക്കെ ഓർത്തു വെക്കണേ. അതുപോലെ തന്നെ ഫ്രം 21st March അല്ലെ, 21st March ഓൺവേർഡ്സ് ദ സൺ അപ്പാരന്റ്ലി ഷിഫ്റ്റ് ഫ്രം ദ ഇക്വേറ്റർ northwards and reaches the vertically over the Tropic of Cancer. Tropic of Cancer ഓർത്തു വെക്കുക, എത്ര ഡിഗ്രി ആണ് Tropic of Cancer എന്ന് പറയുന്നത്, 23.5 ഡിഗ്രി നോർത്തിനെയാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോ എന്നാണ്, ജൂൺ 21st ദിസ് ഡേ ഈസ് നോൺ ആസ് ദ സമ്മർ സോളിസ്റ്റിസ്. അപ്പോ സമ്മർ സോളിസ്റ്റിസ് എന്നറിയപ്പെടുന്ന ദിവസം എന്താണ്, ജൂൺ 21 അല്ലെ. അപ്പൊ ജൂൺ 21 അറിയപ്പെടുന്ന പേരെന്താണ്, സമ്മർ സോളിസ്റ്റിസ്. അപ്പൊ സമ്മർ സോളിസ്റ്റിസ് ഏത് ദിവസമാണ്, ജൂൺ 21 സമ്മർ സോളിസ്റ്റിസ്. അപ്പൊ സമ്മർ സോളിസ്റ്റിസ് ജൂൺ 21 ആവുമ്പോൾ വിന്റർ സോളിസ്റ്റിസ് ഏത് ദിവസമായിരിക്കും, വിന്റർ സോളിസ്റ്റിസ് ഡിസംബർ 22 അല്ലെ. വിന്റർ സോളിസ്റ്റിസ് ഏത് ദിവസമാണ്, ഡിസംബർ 22 വിന്റർ സോളിസ്റ്റിസ്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് ഡിസംബർ 22 ഏതാണ്, വിന്റർ സോളിസ്റ്റിസ് ഏത് ദിവസമാണെന്ന് എക്സാമിന് ചോദിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കില്ല, അപ്പൊ ദിവസമൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. വിന്റർ സോളിസ്റ്റിസ് അനുഭവപ്പെടുന്ന ദിവസം ഡിസംബർ 22, സമ്മർ സോളിസ്റ്റിസ് ജൂൺ 21. അതുപോലെ ഇക്വിനോക്സിസ് എന്നാണ്, സെപ്റ്റംബർ 23, അതുപോലെ മാർച്ച് 21 ഇക്വിനോക്സിസ്. ഓക്കെ, അപ്പൊ ആ ഒരു ഡേറ്റുകൾ, ഇത് ഏതൊക്കെയാണ് ഡേറ്റുകൾ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, അതുപോലെ പിന്നെ നമുക്ക് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളതെന്ന് വെച്ചാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എത്ര ഡിഗ്രി ആണെന്ന് ചോദിച്ചാൽ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്തിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉണ്ട്, പിന്നെ എന്താണ്, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ഉണ്ട് അല്ലെ. ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എത്ര ഡിഗ്രി ആണ്, 23.5 ഡിഗ്രി സൗത്ത് ആണ് കേട്ടോ. 23.5 ഡിഗ്രി സൗത്തിന് ഏത് പേരിൽ അറിയപ്പെടുന്നു, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ആ ഒരു ഡേറ്റുകൾ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ നല്ല രീതിയിൽ കാണുക. വീണ്ടും വേറൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.